പേരൊന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സാധനങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഒന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ ഒരു 3 സവാള ഉള്ളി അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്, 3 പത്ത കരിയാപ്പിലയും വെച്ചിട്ടുണ്ട്, 3 മുളകും വെച്ചിട്ടുണ്ട്. മുളക് തേണ്ട ഇതിലെ 3 എണ്ണം വെച്ചിട്ടുണ്ട്. ഇത് മാത്രം മതി. ഇച്ചിരി വെളിച്ചെണ്ണയും വേണം, ഉപ്പും വേണം. വെറും സിമ്പിളായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം ഞാൻ അതിൻ്റെ എല്ലാം കാണിക്കാം. ഞാനിനി അത് ശരിക്കും മൂക്കണ്ട, ഒന്ന് വഴറ്റി നമ്മൾ എടുത്താൽ മതി. അപ്പം അത് നിങ്ങളെ കാണിക്കാം. അപ്പം നമുക്ക് അതിനകത്തോട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഞാനൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് വേണ്ടി ഉള്ളിയിടാം. ഉള്ളിയിട്ട് കരിയാപ്പില ഇടുക. അത് കഴിഞ്ഞ് ഈ മുളകൊന്ന് നമുക്ക് മുറിച്ചിടാം രണ്ടായിട്ട്. അതിൻ്റെ നെട്ടങ്ങ് ഞാൻ കളഞ്ഞിട്ട് രണ്ടായിട്ടൊന്ന് മുറിച്ചിടും. ഇനി നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. അതിനകത്ത് ഒരു ശകലം ഉപ്പിടാം, നമുക്കതൊന്ന് വാടണം. നമുക്ക് അധികം മൂക്കുണ്ടാവും, ഒന്ന് വാടിയാൽ മതി. നമ്മൾ തേങ്ങായും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ വെറും സിമ്പിളായിട്ടുള്ള ഒരു ചട്നി. നിങ്ങളിതൊന്ന് കൂട്ടി നോക്കണം. എനിക്കിതെൻ്റെ ഒരു അപ്പച്ചി കാണിച്ചു തന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ അതൊന്ന് കാണിച്ചു. ഞാൻ 2 വട്ടം വെച്ചു, എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇതൊന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വെക്കാം. നമ്മൾ അങ്ങനെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടും. അപ്പം നമ്മുടെ ഉള്ളി അങ്ങനെ തന്നെ ഇത്രയും നിങ്ങൾ മൂപ്പിച്ചാൽ മതി. അത് മൂത്തു. ഇനി നമുക്കത് ഞാൻ ചൂടോട്ട് തന്നെ ഒന്ന് നിങ്ങളെ അരച്ച് കാണിക്കും. എനിക്ക് ഒരിടം വരെ പോകണം. അപ്പം പിന്നെ അതുകൊണ്ട് ഞാൻ എളുപ്പം എനിക്ക് ചെയ്യാൻ. നിങ്ങളിത് തണുത്തിട്ട് അരച്ചാൽ മതി, മിക്സിയുടെ ജാറിലല്ലേ. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഞാനതുകൊണ്ട് ഇച്ചിരി തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് അരയ്ക്കും. കടുകും മറക്കണ്ട, ഒന്നും വേണ്ട. കണ്ടോ, ഞാൻ ഇച്ചിരി തണുത്ത വെള്ളം ഒഴിച്ചു. അപ്പം ഞാൻ അരച്ചിനി നിങ്ങളെ കാണിക്കാം. അപ്പം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള എളുപ്പം, ഒരു സാധനവും അധികം വേണ്ട ഒരു ചട്നി ഉണ്ടാക്കി വെച്ച് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറയുന്ന കള്ളമാണെന്ന് നിങ്ങൾ വിചാരിക്കത്തില്ല. എത്ര അടിപൊളി ചമ്മന്തിയാണ്. നിങ്ങൾ ഇഡ്ഡലിക്കോ സാമ്പാറും വേണ്ട, തേങ്ങാ ചട്നിയും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക.